ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പരിസര പഠന പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അന്ന് പാർട്ട് 1 ഇട്ട് കുറേ ദിവസമായി. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ കുറേ ആയല്ലേ വീഡിയോ ഇടാത്തത്. അപ്പോൾ കുറേ ആയി ഇടാത്തത്, തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ആണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക. കാരണം ഞാനിപ്പോൾ ഇട്ട ഒരു വീഡിയോ ആരും കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ ഇത്രയും കാലമായിട്ടിട്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, നല്ല തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അധികം പറയുന്ന സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് അത്ര അധികം ഒന്നും എടുക്കുന്നില്ല, കാരണം എനിക്കും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ LSSൻ്റെ ആണ്. അപ്പോൾ LSSന് വരാനായി. എല്ലാവരും നോക്കിക്കോ ഈ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരമൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം 1. അപ്പോൾ പരിസരമാണ് ഭാഗം 1 ജീവികളും ചുറ്റുപാടും എന്നുള്ള ആദ്യത്തെ പാഠം നിങ്ങളുടെ ബുക്കിലുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും. ജീവനുള്ള ഘടകം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഉറുമ്പ് ഒരു ജീവനുള്ള ഘടകമാണ്. വെച്ചാൽ അതിന് ജീവനുണ്ടല്ലോ. അപ്പോൾ ഉറുമ്പിന് സമമായിട്ട് ഉറുമ്പ് ജീവിക്കുന്ന സ്ഥലമുണ്ടല്ലോ, മണ്ണ്, അത് ജീവനുള്ള ഘടകമാണോ? അല്ല. പക്ഷെ ചെടിയാണ്, ചെടി ജീവനുള്ള ഘടകമാണ്. അത് സിമ്പിളാണ്, പഠിച്ചാൽ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം ജീവനില്ലാത്ത ഘടകം എന്ന് വെച്ചാൽ മണ്ണ്, അങ്ങനത്തെയൊക്കെ. ജീവനുള്ള ഘടകം എന്ന് വെച്ചാൽ ഓരോ ജീവികൾ, ഉറുമ്പുകൾ, മനുഷ്യരൊക്കെ പെടും. അപ്പോൾ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ ജീവിക്കുന്ന ചുറ്റുപാടാണ്. ഏതായിരിക്കും? ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അനുകൂലമാണോ, പരസ്പര ആശയം, പരസ്പര ബന്ധമാണോ, ആവാസ വ്യവസ്ഥയാണോ? ഒന്നും കൂടെ പറയാം. പരസ്പര ആശ്രയം, അനുകൂലനം, ആവാസ വ്യവസ്ഥ, പരസ്പര ബന്ധം. അത് മിക്കവാറും ഉറപ്പ് തന്നെയാണ്, ആവാസ വ്യവസ്ഥയാണ് ഉത്തരം. അടുത്തത്, താഴെ പറയുന്നവയിൽ ആവാസത്തിന് ഉദാഹരണം അല്ലാത്തത്. ചോദ്യം മര്യാദയ്ക്ക് കേൾക്കണം, തിരക്ക് പിടിച്ചെഴുതത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആവാസത്തിന് ഉദാഹരണമായിരിക്കും വിചാരിച്ച് തിരക്ക് പിടിച്ച ഉത്തരം എഴുതും. ഒരു പോയിന്റിന് വരെ എത്രയോ മാർക്കാണ് പോകുന്നത്. നമുക്ക് LSS നേടണ്ടേ എല്ലാവർക്കും, എനിക്കെല്ലാവർക്കും. അപ്പോൾ തിരക്ക് പിടിച്ചെഴുതരുത്. താഴെ പറയുന്നതിൽ ആവാസത്തിന് ഉദാഹരണം അല്ലാത്തത് ചിലപ്പോൾ ഏതാണെന്ന് ചോദിക്കും. അന്നാണ് ചോദ്യം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. ഒരിക്കലും തിരക്ക് എന്ന സാധനം LSSന് പാടേയില്ല. പഠിക്കുന്ന LSS തെറ്റും ഉറപ്പ്. അപ്പോൾ ഉദാഹരണം ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ പുഴ, ഓപ്ഷൻ ബി കാട്, ഓപ്ഷൻ സി കുളം, ഓപ്ഷൻ ഡി ഉൽക്ക. എന്ന് വെച്ചാൽ എനിക്ക് ഒരു ജീവിയും ജീവിക്കാത്ത ഒരു സാധനം. ആവാസം എന്ന് വെച്ചാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, ആവാസം എന്ന് വെച്ചാൽ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന ചുറ്റുപാടാണ് ആവാസം, അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഉത്തരം? ഉൽക്ക. അല്ല, ഉൽക്ക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമോ? മറ്റേ ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് വീഴുന്ന ഒരു തീഗോളമാണ്. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ജീവിക്കുമോ? ഉറുമ്പ് വരെ ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി എല്ലാത്തിലും പുഴയിൽ ഓരോ ജീവികളുണ്ടായി. പുഴയിൽ ചെടികളുണ്ട്, മണ്ണുണ്ട്, കല്ലുണ്ട്. ജീവനില്ലാത്ത ഘടകങ്ങളും ജീവനുള്ള ഘടകം ഒക്കെ ഉണ്ടല്ലേ പുഴയിലും കാടിലും കുളത്തിലൊക്കെ. അപ്പോൾ ഈ ഉൽക്കയിൽ മാത്രമില്ല. അപ്പോൾ ഉൽക്കയാണ് ആൻസർ. അടുത്തത്, ആവാസത്തിൽ അതിജീവനത്തിന് ഒരു ജീവിയെ സഹായിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? എന്ന് വെച്ചാൽ ആവാസത്തിൽ ഇപ്പോൾ നമ്മളൊരു മനുഷ്യനാണ്, നമ്മളിപ്പോൾ കരയിലാണല്ലോ ജീവിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഇപ്പം മീനിപ്പോൾ കാലുണ്ടോ? ഇല്ല അല്ലേ, കാരണം അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കാല് കൊണ്ട് വെള്ളത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മീന് ചികിളപ്പൂക്കളുണ്ട്, അത് ഉപയോഗിച്ച് ശ്വസിക്കാൻ പറ്റും. അത് ഉപയോഗിച്ചാണ് മീൻ ശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ കരയിൽ ജീവിക്കുന്നതായതുകൊണ്ട് നമ്മൾ മൂക്കുപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. അതൊക്കെയാണ് പ്രത്യേകതകൾ. അപ്പോൾ നമുക്കും ഉണ്ട് പ്രത്യേകതകൾ, ജീവികൾക്കും ഉണ്ട് പ്രത്യേകത. അപ്പോൾ
ഒരു ആവാസത്തിൽ അതിജീവനത്തിന് ഒരു ജീവിയെ സഹായിക്കുന്ന താഴെ പറയുന്നത് ഏതാണ്? ഭക്ഷണം, അനുകൂലനം, വാസസ്ഥലം, കുടിയേറ്റം. ഏതാണ്? അനുകൂലനാണല്ലേ ഉത്തരം. അപ്പോൾ അതിൻ്റെ ഉത്തരം അനുകൂലം. സിമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾ ജീവികളും ചുറ്റുപാടും എന്ന പാഠത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചതായിരിക്കും. കള്ളിമുൾ ചെടിയുടെ ഏതു ഭാഗമാണ് ജലനഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നത്? എന്ന് വെച്ചാൽ കള്ളിമുൾ ചെടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ, നമ്മുടെ മരുരൂഹങ്ങളെന്ന് അതിന് പറയും. അതിൻ്റെ മേത്ത് ഫുള്ള് മുള്ളായിരിക്കും. നമ്മുടെ റോസാപ്പൂ ഉണ്ടാവുമല്ലോ, പക്ഷെ അതിനേക്കാട്ടും മുള്ളായിരിക്കും. അത് പറിച്ചെടുക്കാൻ കഴിയില്ല, അത്രയും മുള്ള. റോസാപ്പൂവിന് എന്നാലും അത്ര മുള്ളില്ലല്ലോ. ഇതൊരു കാഠിന്യമായ മുള്ളായിരിക്കും. അത് നമ്മളെ കൈക്കൊക്കെ തറഞ്ഞ ഭയങ്കര വിഷമാണ്. അപ്പോൾ കള്ളിമുൾ ചെടിയുടെ ഏത് ഭാഗമാണ് ജലനഷ്ടം കുറയ്ക്കാൻ ഉപയോഗിക്കും? പിന്നെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും, കള്ളിമുൾ ചെടി മരുഭൂമിയിലാണ് ജീവിക്കുന്നത് അല്ലേ. ഏത് ഭാഗമാണ്? മുള്ളുകൾ. കള്ളിമുൾ ചെടിക്ക് ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. മുള്ളുകളാണ് ഉത്തരം. മുള്ളുകളാണ്. അടുത്തത്, തണുപ്പ് പ്രദേശങ്ങളിലെ ജന്തുക്കളിൽ സാധാരണയായി കാണപ്പെടുന്നത്. അവർക്കുള്ള ഒരു അനുകൂലനത്തിൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. നേർത്ത രോമം, കട്ടിയുള്ള രോമം, കൂർത്ത നഖങ്ങൾ, നിറമുള്ള തൂവലുകൾ. അപ്പോൾ നമ്മുടെ ഉത്തരം കട്ടിയുള്ള രോമമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, അതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഇത് സിമ്പിൾ ചോദ്യം. നിങ്ങൾക്ക് ചോദ്യം പകുതി പറയുമ്പോഴേക്ക് തന്നെ മനസ്സിലാകും. താഴെ പറയുന്നതിൽ ഏതു മൃഗത്തിനാണ് മണലിൽ സഞ്ചരിക്കാൻ വ്യത്യസ്തമായ കുളമ്പുകളുള്ളത്? ഏതായിരിക്കും? ഒട്ടകം അല്ലേ. സിമ്പിൾ ചോദ്യമാണ്. പകുതി കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. താറാവുകൾക്ക് തോൽപാദങ്ങൾ ഉള്ളതിൻ്റെ ശരിയായ കാരണം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നിയിട്ടുള്ള ചോദ്യമായിരിക്കും ഇത്. അപ്പം നിങ്ങളിത് ഈ വീഡിയോ കാണാണ്ട് നിൽക്കണ്ട, കാരണം ഇത് LSS ടെസ്റ്റാണ്. LSSൻ്റെ ലേബർ ഇന്ത്യയാണ്. ഇതിൻ്റെ അകത്തുള്ള ചോദ്യം മിക്ക ചോദ്യവും കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിശയം. കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ അകത്തുള്ള കുറേ ചോദ്യം വന്നിട്ടുണ്ട് അത്രേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മിക്ക കുട്ടികൾക്കും ഇതില്ലായിരുന്നു. ബട്ട് ഈ കൊല്ലം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എന്തായാലും നിങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യമായിരുന്നു, പറഞ്ഞു നിർത്തിപ്പോയി. താറാവുകൾക്ക് തോൽപാദങ്ങൾ ഉള്ളതിൻ്റെ ശരിയായ കാരണം. നിങ്ങൾ വേറെ രീതിയിലേക്കും ചിന്തിക്കുന്നത്. ഏതാണ്? പറക്കുന്നതിന്, ഒട്ടുമല്ല. നീന്തുന്നതിന്, മരം കയറുന്നതിന്, വേഗത്തിൽ ഓടുന്നതിന്. മരം കയറുന്നതിനും പറക്കുന്നതിനും ഒട്ടുമല്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നു നീന്തുന്നതിനും വേഗത്തിൽ ഓടുന്നതിനോ ആണോ എന്നാണ്. അപ്പം താറാവ് നീന്തൂലേ? അപ്പം നീന്തുന്നതിനാണ് ഉത്തരം. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കള്ളിമുൾ ചെടിക്ക് വീതിയുള്ള പരന്ന ഇലകളുണ്ട്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. എടുത്ത് ഞാൻ ഉത്തരം എഴുതരുത്. പെൻഗ്വിൻ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. തവളകൾക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ഒട്ടകം ശരീരത്തിൽ ജലാംശം ഒട്ടും നഷ്ടപ്പെടാതെ കരുതി വയ്ക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തെറ്റേതായിരിക്കും? അതേ, നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ്. കള്ളിമുൾ ചെടിക്ക് വീതിയുള്ള പരന്നിലകൾ ഒട്ടുമില്ല. കാരണം അതിന് ഫുള്ള് മുള്ളുകളാണ്. അതിൻ്റെ ഇല എന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഇല. അതിന് ശരിക്കും ഈ കുഞ്ഞു ഇല ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അതിന് ഇങ്ങനത്തെ വലിയ വീതിയുള്ള അങ്ങനത്തെ ഇലകളൊന്നും അതിനില്ല. അത് വെറും തെറ്റ് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്നത് അങ്ങനത്തെ കിഴക്കുള്ള ചോദ്യങ്ങൾ അവർ തരും. ഉത്തരം കള്ളിമുൾ ചെടിക്ക് വീതിയുള്ള പരന്നിലകളുണ്ടാണ് ഉത്തരം. അടുത്തത്, താഴെ പറയുന്ന ജീവികളിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവി ഏതാണ്? അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഓപ്ഷൻ എ കങ്കാരു, ഓപ്ഷൻ ബി കങ്കാരു എലി, ഓപ്ഷൻ സി ഒട്ടകം, ഓപ്ഷൻ ഡി എലി. അപ്പോൾ ഏതായിരിക്കും ചെറിയ ജീവി? ഒട്ടകം എന്നൊക്കെ വെച്ചാൽ വലുതാണ്, അതാണ് പറഞ്ഞത്. നിങ്ങൾ ആരും ഒട്ടകം എഴുതി പോകരുത്. അപ്പോൾ ഏതായിരിക്കും? കങ്കാരു എലിയാണ് ഉത്തരം. നിങ്ങൾ ജീവികളും ചുറ്റുപാടെന്നുള്ള പാഠത്തിൽ കങ്കാരു എലീൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊരിക്കലും മറക്കരുത് നിങ്ങൾ. അപ്പോൾ കങ്കാരു എലിയാണ് ഉത്തരം. അടുത്തത്, മരുഭൂമിയിൽ വളരാൻ
പൊരുത്തപ്പെട്ടിരിക്കുന്ന സസ്യം എന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മനുഷ്യരിപ്പോൾ കരയിൽ ജീവിക്കാൻ പൊരുത്തപ്പെട്ടില്ലേ വെച്ചാൽ കരയിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ മരുഭൂമിയിൽ ജീവിക്കാൻ പൊരുത്തപ്പെട്ടിരിക്കുന്ന ശീലായ ഒരു സസ്യമാണ് കള്ളിമുൾ ചെടി അല്ലേ. പിന്നെ ഉത്തരം ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. താമര, വാഴ, കള്ളിമുൾ ചെടി, റോസ്. സിമ്പിളാണ്. താമര ഒന്നും ഒരിക്കലും ജീവിക്കില്ല. വാഴ പിന്നെ ഓർക്കുകയേ വേണ്ട, റോസും ഇല്ല. ഉത്തരം കള്ളിമുൾ ചെടിയാണ്. മരുസസ്യങ്ങളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തെറ്റല്ലേ? ശരി. അവയ്ക്ക് മൃദുവായ വലിയ ഇലകളുണ്ട്. അവയ്ക്ക് ധാരാളം ജലം ആവശ്യമാണ്. അവ കാണ്ഡത്തിൽ ജലം ശേഖരിക്കുന്നു. അവ ജലത്തിൽ മാത്രമേ വളരുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവ കാണ്ഡത്തിൽ ജലം ശേഖരിക്കുന്നു. കാണ്ഡമെന്ന് വെച്ചാൽ വലിയ സാധനമൊന്നുമല്ല, നമ്മുടെ വേരുണ്ടല്ലോ അത് തന്നെയാണ് കാണ്ഡം. നമ്മൾ അതിൻ്റെ വേറൊരു രീതിയിൽ പറയുന്നതാണ് കാണ്ഡമെന്ന്. അപ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അപ്പോൾ അത് കാണ്ഡത്തിലാണല്ലേ വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, അടുത്തത് താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയുടെ ഘടകം അല്ലാത്തത്. ഘടകം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ജീവിയ ഘടകം, അജീവിയ ഘടകം. അതാണ് ഘടകം എന്ന് വെച്ചാൽ അതിൻ്റെ സിമ്പിൾ പേരാണ്. താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയുടെ ഘടകം അല്ലാത്തതാണ് മണ്ണ്, വായു, മരം, കസേര. സിമ്പിൾ കസേര തന്നെ. ഓപ്ഷൻസ് ഒന്നും പറയണ്ടല്ലോ. താഴെ പറയുന്നവയിൽ ജീവിയ ഘടകം ഏതാണ്? ജീവിയ ഘടകം ഏതാണ്? അല്ല എന്നല്ല, ജലം, വായു, സസ്യം, സൂര്യപ്രകാശം. ഏതായിരിക്കും? സസ്യമല്ലേ. അപ്പോൾ അടുത്തത് താഴെ പറയുന്നവയിൽ പ്രകൃതിയുടെ സന്തുലനം നിർത്താൻ സഹായിക്കുന്നത് എന്താണ്? നിർത്താൻ സഹായിക്കുന്നത് വനനശീകരണം, വനസംരക്ഷണം, മലിനീകരണം, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഉത്തരം സി ആണ്, വനസംരക്ഷണം. അടുത്തത് താഴെ പറയുന്നവയിൽ അജീവിയ ഘടകം ഏതാണ്? അജീവിയ ഘടകം എന്ന് വെച്ചാൽ ജീവനില്ലാത്തത്. പക്ഷി, മരം, പ്രാണി, സൂര്യപ്രകാശം. ഉത്തരം സൂര്യപ്രകാശമാണ്. ചെടികളും പ്രാണികളും മണ്ണും ഉൾപ്പെട്ട ഒരു പൂന്തോട്ടം എന്താണ്? ഒരു യന്ത്രമൊന്നല്ലേ, ഒരു അലങ്കാരമല്ല, ഒരു ആവാസ വ്യവസ്ഥ എന്നൊക്കെ തന്നെ സംശയിക്കാം. ഒരു തോട്ടം മാത്രം അല്ല. അപ്പോൾ ഉത്തരം നമ്മുടെ ആവാസ വ്യവസ്ഥയാണ് അല്ലേ, ഒരു ആവാസ വ്യവസ്ഥയാണ്. അടുത്തത് മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതാണ്? അല്ല എന്നല്ല, ഉദാഹരണം വനം, നദി, അക്വേറിയം, മരുഭൂമി. സിമ്പിൾ അക്വേറിയത്തിലല്ലേ നമ്മൾ മീനിട്ട് വെക്കുക, നമ്മൾ മനുഷ്യനിർമ്മിതാക്കുന്നല്ലേ. ബാക്കിയെല്ലാം സാധാരണ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ ഏത് ആവാസ വ്യവസ്ഥയിലും ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം, ഏത് ആവാസ വ്യവസ്ഥയിലും വേണ്ടൊരു പ്രധാന ഘടകമാണ് ഊർജം. വേണ്ട പ്രധാന ഘടകം ഏതാണ്? സൂര്യൻ അല്ലേ. ബാക്കി എന്തില്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥ തുടർന്ന് പോകും, പക്ഷേ സൂര്യനാണ് ഊർജത്തിൻ്റെ പ്രധാന ഘടകം. അടുത്തത് ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യങ്ങളുടെ പങ്ക് ഏതാണ്? സസ്യങ്ങൾ എന്താ നമുക്ക് ആവാസ വ്യവസ്ഥ കൊണ്ടുള്ള ഉപകാരം? ശബ്ദം ആഗിരണം ചെയ്യുന്നു, ഓക്സിജനും ഭക്ഷണവും നൽകുന്നു, പ്രാണികളെ നശിപ്പിക്കുന്നു, സൂര്യനെ മറയ്ക്കുന്നു. ഉത്തരം ഓക്സിജനും ഭക്ഷണവും നൽകുന്നതാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? ശരിയേ, തെറ്റല്ല. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവജാലങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. വനം ഒരു ആവാസ വ്യവസ്ഥയല്ല. അജൈവ വസ്തുക്കളും പ്രാധാന്യമല്ല. ജീവജാലങ്ങളും അജൈവ വസ്തുക്കളും ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉത്തരം ഡി, ജീവജാലങ്ങളും അജൈവ വസ്തുക്കളും ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ അല്ല, അതല്ലേ ശരി. അപ്പോൾ അതാണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ അല്ലാത്തതേത്? വനം, നദി, അക്വേറിയം, കുളം. ഇങ്ങനത്തെ ഒരു ചോദ്യം നേരത്തെ വന്നിരുന്നല്ലേ. ഉത്തരം അക്വേറിയാണ്. സസ്യങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാന വാതകം എന്ന് വെച്ചാൽ അതിനാവശ്യമായൊരു വാതകം, കുറേ വാതകമില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ,
നൈട്രജൻ, അത് കുറേ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏതാണ്? നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണുള്ളത്. അത് സിമ്പിളാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഉത്തരം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് വായുവിൽ ഓക്സിജൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നത്? അത് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഓപ്ഷൻസ് വെറുതെ പറയാം അറിയാത്ത ആൾക്കാർക്ക്. എ മരങ്ങൾ, ബി പാറകൾ, സി കെട്ടിടങ്ങൾ, ഡി മണ്ണ്. ഉത്തരം മരങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ജല ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം? ജല ആവാസ വ്യവസ്ഥയ്ക്ക് ഏതായിരുന്നു ഉദാഹരണം? സമുദ്രം. അപ്പോൾ അടുത്തതൊന്നും ഞാനങ്ങനെ പറയുന്നില്ല. ഞാൻ ഈ ഇത്തിരി ചോദ്യം കൂടെ ചോദിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഫലങ്ങളുടെ രാജാവ് മാമ്പഴം, ഫലങ്ങളുടെ റാണി മാംഗോസ്റ്റീൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഫലം ചക്ക, സ്വർഗീയ ഫലം കൈതച്ചക്ക, ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത ഒരു സസ്യമാണ് വാഴ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം കുങ്കുമപ്പൂവ്. നിങ്ങൾ അമ്മമാരൊക്കെ പ്രസവിക്കുമ്പോൾ അച്ഛന്മാർ കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് എന്നെ പ്രസവിക്കുമ്പോൾ. അടുത്തത്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് കൃഷ്ണതുളസി. വെറും തുളസി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എന്നാലും പറയുക നമ്മൾ കൃഷ്ണതുളസി. വെറും തുളസി എന്ന് എഴുതരുത് കേട്ടോ. ചിലപ്പോൾ എനിക്കറിയില്ല, കൃഷ്ണതുളസി എന്ന് പറഞ്ഞാൽ വേറൊരു തുളസി ഉണ്ടാവും. മഞ്ഞപ്പിത്തത്തിന് ഉത്തമ ഔഷധമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം കീഴാർ നെല്ലി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുള്ള ഔഷധ സസ്യം ആര്യവേപ്പ്. അതും എൻ്റെ വീട്ടിലുണ്ട്. അത് പലവരുടെയും വീട്ടിലുണ്ടാകും. ദാഹം, ക്ഷീണം, ശരീര ദുർഗന്ധം ഇവ അകറ്റുന്നതിന് വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഔഷധ പുല്ലാണ്, സസ്യമല്ല, ഔഷധ പുല്ല്. രാമച്ചം, അത് ഞാനും അതേ കേട്ടിട്ടില്ല. രാമച്ചെന്ന് ഏതോ ക്വിസിന് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്തത്, ചില ത്രിഫല എന്നറിയപ്പെടുന്നത് കടുക്ക എടുത്തു ഇവിടെ നോക്കട്ടെ. ത്രിഫല എന്നറിയപ്പെടുന്നത് കടുക്ക, നെല്ലിക്ക, താനിക്ക. ഇത് മൂന്നും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ സ്വന്തം നെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടുക്ക എനിക്കിഷ്ടം.